മാദക നൃത്ത ചുവടുകൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച നർത്തകിയായിരുന്നു മാതാഹരി. ഒരു നൂറ്റാണ്ടിനെ മുഴുവൻ ഹരമായിരുന്ന ആ മാദക സുന്ദരി തൂക്കിലേറ്റപ്പെട്ടിട്ട് ഇന്നേക്ക് 100-ലധികം വർഷങ്ങൾ കഴിയുന്നു. എന്നിട്ടും അവരുടെ മാദക നൃത്ത സൗന്ദര്യം ഇന്നും ലോകം ഓർക്കുന്നുണ്ട്. ഇത് തൻ്റെ മാദക നൃത്ത ശൈലി കൊണ്ട് ലോകത്തെ ഇളക്കി മറിച്ച മാതാഹരി എന്ന നർത്തകാരിയുടെ കഥയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മാർഗീത ഗീട്രൂഡീന സെല്ലെ എന്നായിരുന്നു മാതാഹരിയുടെ യഥാർത്ഥ പേര്. തികച്ചും വ്യത്യസ്തമായിരുന്നു അവരുടെ നൃത്തരീതി. അലങ്കാര പണികളുള്ള വസ്ത്രവും കൈകളിലെയും മുടിയിലെയും ആഭരണങ്ങളും മാത്രമായിരുന്നു വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ മാതാഹരി ഉപയോഗിച്ചിരുന്നത്. പൂർണ്ണമായി വസ്ത്രം ധരിച്ചെത്തിയ ശേഷം നൃത്തം മുറുകുമ്പോൾ ഘട്ടം ഘട്ടമായി വേദിയിൽ വെച്ച് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു മാതാഹരി ചെയ്തിരുന്നത്. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മാതാഹരിയുടെ പ്രശസ്തി പാരീസും കടന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു. പാരീസിലെ സമ്പന്നരും പ്രമാണിമാരും മാതാഹരിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ തുടങ്ങി. അവരുടെ സൗന്ദര്യത്തിലും വശീകരണ ശക്തിയിലും മയങ്ങി നിരവധി പ്രമാണിമാർ മാതാഹരിയെ ഒപ്പം നിർത്തുവാനായി ശ്രമിച്ചു. 1910 വരെ ഇവരെ അനുകരിച്ചുകൊണ്ട് പലരും അരങ്ങിലെത്തി. എന്നാൽ മാതാഹരി അരങ്ങിലെത്തി വസ്ത്രങ്ങൾ ഓരോന്നായി ഉപേക്ഷിക്കുമ്പോൾ അത് ദിവ്യമായ അനുഭവമായിരുന്നു കാഴ്ചക്കാർക്ക് നൽകിയിരുന്നത്. പക്ഷേ അവർക്കുണ്ടായ അനുകരണങ്ങളെല്ലാം അശീലങ്ങളായി മാറുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ലോകം മുഴുവൻ വാഴ്ത്തിയ മാദക നർത്തകിയുടെ നൃത്തത്തെ അനുകരണങ്ങൾ കൂടി വന്നതിനെ തുടർന്ന് ആളുകൾ വിമർശിച്ചു തുടങ്ങി. അവർക്ക് നൃത്തം ചെയ്യുവാൻ അറിയില്ല എന്നും പ്രതിഭയുടെ അഭാവം മൂലമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുമുള്ള വിമർശനങ്ങളുമായി പലരും രംഗത്തെത്തി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇരട്ട ചാരവൃത്തി ആരോപിച്ച് ഫ്രഞ്ച് അധികാരികൾ കൊലപ്പെടുത്തിയ നെതർലാൻഡുകാരിയായ ഈ മാദക നർത്തകി മാതാഹരിയുടെ ജീവിതം തികച്ചും സംഭവബഹുലം തന്നെയായിരുന്നു. ഞാൻ വേശ്യയായിരുന്നു, വഞ്ചകയായിരുന്നില്ല എന്ന് ലോകത്തോടുറക്കെ വിളിച്ചു പറഞ്ഞ ആ സ്ത്രീയെ ചരിത്രം ഇന്നും ഓർക്കുന്നു. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മാതാഹരിയുടെ കൗമാരം പിതാവിൻ്റെ ബിസിനസ് തകർച്ചയെ തുടർന്ന് കഷ്ടത്തിലാകുകയായിരുന്നു. 16 വയസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്നും ക്രൂരമായി ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായി. 18-ാം വയസ്സിൽ ഡച്ച് കോളനി സൈന്യത്തിലെ ഉദ്യോഗസ്ഥന് റുഡോൾഫ് ജോൺ മിയോഡിനെ വിവാഹം കഴിച്ച് ഇന്തോനേഷ്യയിലെത്തി. തന്നെക്കാൾ വളരെ പ്രായം കൂടിയ റുഡോൾഫുമൊത്തുള്ള ജീവിതം മാർഗാഹരിക്ക് നരകം തന്നെയായിരുന്നു. കടുത്ത മദ്യപാനിയായിരുന്ന ഭർത്താവ് ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനം മടുത്ത് ഇവർ ഭർത്താവിനെ ഉപേക്ഷിച്ചു മറ്റൊരു ഡച്ച് സൈനിക ഉദ്യോഗസ്ഥനൊപ്പം പോകുമായിരുന്നു. അവിടെ നിന്നാണ് അവർ നൃത്തം പഠിക്കുന്നതും പകലിൻ്റെ കണ്ണെന്ന് അർത്ഥം വരുന്ന മാതാഹരി എന്ന പേര് സ്വീകരിക്കുന്നതും. പിന്നീട് ആദ്യ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അയാളുടെ അടുത്ത് തിരികെ ചെന്നെങ്കിലും പഴയ ജീവിതത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 1902 ഇവർ ഈ ബന്ധം പിരിയുകയും പാരീസിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ നിന്നാണ് മാദക നർത്തകി എന്ന നിലയിൽ മാതാഹരി പേരെടുക്കുന്നത്. ഏറെക്കുറെ അല്ലെങ്കിൽ പൂർണ്ണമായും നഗ്നമായി വേദിയിൽ നൃത്തം ചെയ്ത മാതാഹരി ഒരു നൂറ്റാണ്ടിന് തന്നെ ഹരമായി മാറുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അവർ വിലയിരുത്തപ്പെട്ടിരുന്നത് കലാകാരി, സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്ത്രീ എന്നീ നിലകളിലായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മറ്റുള്ളവരെ വശീകരിക്കുന്ന അപകടകാരിയായ സ്ത്രീയായി പലരും മാതാഹരിയെ കാണുവാൻ തുടങ്ങി. യുദ്ധകാലയളവിൽ പോലും സൗന്ദര്യവും വശീകരണ ശക്തിയും ഉപയോഗിച്ച് രാജ്യാതിർത്തികൾ കടന്ന് അവർ സഞ്ചരിച്ചു. ഈ യാത്രകളിൽ പലതും അവർക്ക് അപകടം ചെയ്തു. യുദ്ധകാലയളവിൽ അവർ ഫ്രാൻസിനും നെതർലാൻഡിനുമിടയിൽ സഞ്ചരിച്ചു. ബ്രിട്ടനും സ്പെയിനും വഴി സഞ്ചരിച്ചു. ഇതോടെ അവരുടെ യാത്രകൾ നിരീക്ഷണത്തിലാവുകയായിരുന്നു. 50,000-ലധികം ഫ്രഞ്ച് സൈനികരുടെ മരണത്തിന് കാരണക്കാരിയാണ് എന്ന് ആരോപിച്ചായിരുന്നു ഈ അറസ്റ്റ്. തുടർന്ന് കുറ്റക്കാരിയെന്ന് കണ്ടെത്തി 1917 ഒക്ടോബർ 15-ന് തൻ്റെ 41-ാം വയസ്സിൽ ചാരപ്രവൃത്തി ആരോപിച്ച് അവരെ വെടിവെച്ചു കൊന്നു. എന്നാൽ മരണശേഷം അവരുടെ ശരീരം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും എത്തിയില്ല. ഇതിനെ തുടർന്ന് ശരീരം വൈദ്യ ഗവേഷണത്തിനായി നൽകി. ശിരസ് പാരീസിലെ ശരീരഘടനാ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതും നഷ്ടമായതായി പറയുന്നു. 1918-ലെ രേഖകളിൽ മറ്റ് ശരീരഭാഗങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടതായി സൂചന ഉണ്ട് എങ്കിലും അവയൊന്നും കണ്ടെത്താനായിട്ടില്ല. മരണശേഷവും മാതാഹരിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾക്ക് അവസാനമുണ്ടായിരുന്നില്ല. മരിക്കുമ്പോഴും ആരാച്ചാർക്ക് അവർ ഒരു ഫ്ലൈയിങ് കിസ് സമ്മാനിച്ചു എന്നുവരെ ആളുകൾ പറഞ്ഞു പരത്തി.
എന്നാൽ ഇത് അവരുടെ വക്കീലിന് കൊടുത്തതായിരുന്നു എന്നും ചിലർ ആരോപിച്ചു. നന്ദി മോൺസിയോർ എന്നായിരുന്നു ചരിത്രത്തെ പോലും ഞെട്ടിച്ച മാതാഹരി എന്ന സ്ത്രീയുടെ അന്ത്യമൊഴികൾ. മാതാഹരി എന്ന മാദകസുന്ദരിയെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.